അടുത്തതായി റാബിത്തത്തുൽ ഖലമിയ വ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ. റാബിത്തത്തുൽ പെൻ ലിഖിത സംഘടനയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. لعب جبران خليل جبران دورا محوريا في تأسيس رابطة القلمية في المحجر الشمالي. മെഹ്ജർ ഷിമാലിൽ എന്ത് ചെയ്തു? റാബിത്തത്തുൽ ഖലമിയ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഖലീൽ ജുബ്രാൻ വലിയൊരു റോള് കളിച്ചിട്ടുണ്ട്, വലിയൊരു പങ്ക് കളിച്ചിട്ടുണ്ട്. نبعت فكرة التأسيس لهذه الجمعية من حب جبران للأدب العربي. ജുബ്രാന്റെ അറബി സാഹിത്യത്തോടുള്ള ഇഷ്ടമാണ് ഈ ഒരു സംഘടന, ആ സംഘടന സ്ഥാപിക്കുന്നതിൻ്റെ ആശയത്തെ ഉറവ് പൊട്ടിപ്പിച്ചത് അതാണ്. ഓക്കെ, ആശയത്തിനുള്ള ആ ഒരു ഉറവ് പൊട്ടിയത് ജുബ്രാന്റെ മനസ്സെന്നാണ്. അതുപോലെ ഷാറഖഹു ഫി ഹാദൽ അമൽ ജലീൽ അദദു മിന ശുബ്ബാൻ. ഈ ഒരു മഹത്തായ ഈ ഒരു പ്രവർത്തനത്തിൽ ഒരുപാട് യുവാക്കളായ ആളുകൾ പങ്കുചേർന്നിട്ടുണ്ട്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ലുബ്നാനിയീൻ, അവർ ലുബ്നാനികളാണ്. വസൂരിയീൻ, സൂരികളാണ്. അല്ലദീന ഹാജറു മിൻ ബിലാദിഹിം ബിസബബി ളുറൂഫിൽ ഇഖ്തിസാദിയ വസിയാസിയ. രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള പ്രശ്നങ്ങളാൽ, ആ ഒരു സാഹചര്യത്തിൻ്റെ കാരണങ്ങളാൽ അവരുടെ നാടുകളിൽ നിന്നും ഹിജറ ചെയ്ത് വന്നവരാണ് അവർ. ന്യൂയോർക്കിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് ഇതാക്കിയെന്നാണ്. അബ്രസുഹും, അവരുടെ അതിലേറ്റവും പ്രഗത്ഭരായ ആളുകൾ മിഖായിൽ നഈമ, വില്യം കാറ്റ്ഫ്ലിസ്, ഈലിയ ബൂമാദി, നസീബ് അരീള, അബ്ദുൽ മസീഹ് ഹദ്ദാദ്, റഷീദ് അയ്യൂബ്, നദിറ ഹദ്ദാദ്, വദീഅ് ബാഹുത്ത്, ഇല്യാസ് അത്താഉള്ള, മസ്ഊദ് സമാഹ, അമീൻ മുഷ്രിഖ്, നഅ്മത്തുൽ ഹാജ്, അമീൻ റൈഹാനി വഗൈറുഹും മിനൽ ഉദബാ വശുറാ അല്ലദീന കാനു ലഹും ദവൈ ഹായിലിൻ ഫി ശർഖ് വൽ അർബ്. പടിഞ്ഞാറിലും കിഴക്കിലും വലിയ ഭീമമായ നിലയിൽ സ്വാധീനമുള്ള കവികളും സാഹിത്യകാരന്മാരായ ഈ ലുബ്നാനികളും അതുപോലെ തന്നെ സിറിയക്കാരുമായ ആളുകൾ, അവർ ഈ പറഞ്ഞ ആളുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറഞ്ഞത്. ഈ ആളുകൾ, ഈ യുവാക്കൾ, അവർ ഒരുമിച്ച് കൂടി ഫി ലൈലത്തിൽ 20ാമത്തെ ദിവസത്തിൻ്റെ രാത്രിയിൽ മിൻ ഷഹരി ഏപ്രിൽ മാസം 20ാമത്തെ ദിവസം, അതായത് ഏപ്രിൽ 20 രാത്രിന് ഒരുമിച്ച് കൂടുകയും 1920 ഒരുമിച്ച് കൂടുകയും ലിയുനാഖിഷു മുഖ്തലിഫ ഉമൂർ മുത്തസില ബിലുഅതിഹിം വസഖാഫതിഹിം. അവരുടെ ഭാഷയുമായും അവരുടെ ഭാഷയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, വ്യത്യസ്തപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടി. അങ്ങനെ ഫഅജ്മഉ അലാ ഫിക്രത്തി തഅസീസിൽ ജംഇയ്യ, ഈ ഒരു സംഘടനയുടെ ആശയം, അത് സ്ഥാപിക്കുന്ന ആശയം അവർ എന്ത് ചെയ്തു? അവർ അതിൽ ഏകോപിച്ചു, ഇജ്മാ ഉണ്ടായി. ബിസ്മി റാബിത്തത്തുൽ ഖലമിയ എന്ന പേരിൽ. അങ്ങനെ റാബിത്തത്തുൽ ഖലമിയ എന്നുള്ള പേരിൽ അവർ ഇതാക്കി. ഉയ്യന ഫീഹ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ റഈസൻ. ജുബ്രാൻ അതിൽ പ്രസിഡന്റായി. ഓക്കെ, ജുബ്രാൻ അതിൻ്റെ പ്രസിഡന്റായി. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാവുക. മിഖായിൽ നുഐമ മുസ്തഷാറായിട്ട്, അഡ്വൈസറായിട്ട് മിഖായിൽ നുഐമ. ഇല്യം കാറ്റ്ഫ്ലിസ് ഖാസിനൻ, ട്രഷററായിട്ട്, ഖജാജിയായിട്ട് ആരാണ്? നമ്മുടെ വില്യം കാറ്റ്ഫ്ലിസ്. അഖദത്ത് റാബിത്ത തഅമലു അലാ തഹ്സീനി മുസ്തവൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നന്നാക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇഖ്റാജിഹി മിനൽ അസ്റത്തി വത്തഖല്ലുഫി വൽ ജുമൂദ്, അതിനെ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുതന്നെ അതിനെ ബാക്ക്വേർഡ് പോയതിനെ അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും, അത് നിശ്ചലമായ അവസ്ഥയെ ഇതാക്കുന്നതിനൊക്കെ പുറത്തെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഈ റാബിത്തത്തുൽ ഖലമിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ്. വറാഹ ഔലാഹുവ യൻഷറൂന ഇൻതാജഹും. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങൾ എന്ത് ചെയ്തു? അവരുടെ പ്രൊഡക്ടിവിറ്റികൾ പ്രചരിപ്പിക്കാൻ, അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ അവർ വളരെ ഉഷാറായിരുന്നു. ഫി ജരീദത്തി
സാഹിഹ് എന്ന പത്രത്തിലൂടെ അല്ലതി അഖദത്ത് തൻകിലു ഇതാജ് അക്ലാമഹും ഇലാൽ ആലമിൽ അറബി, അറബി ലോകത്തിലേക്ക് തന്നെ അവരുടെ ആ പെന്നുകളുടെ ആ ഉൽപ്പന്നങ്ങൾ അവർ മൊഴിമാറ്റം ചെയ്തു, അവർ എന്ത് ചെയ്തു, മാറ്റം ചെയ്തു. അഫി വിദാത്തി കുല്ല ആമിൻ, എല്ലാ വർഷത്തിലും ആദ്യത്തിലും കാനത്ത് തുസ്തിറു അദദൻ മുംതാസൻ, അവരെന്ത് ചെയ്യും, അവർ വ്യതിരിക്തമായ കുറച്ച് ഇത് അവരെന്ത് ചെയ്യും, പ്രസിദ്ധീകരിക്കും. വയഹ്മിലു ഫി തൊയ്യാത്തിഹി, അതിൻ്റെ ഫ്രെയിം വർക്കിൽ അവർ ഉൾപ്പെടുത്തും അദദൻ വാഫിറൻ മിനൽ മക്കാലാത്ത്, എന്ത് ചെയ്തും ചില ലേഖനങ്ങൾ, നല്ല സമ്പുഷ്ടമായ ലേഖനങ്ങളും, വൽ ഖസായിദ്, അതുപോലെ തന്നെ കവിതകളും, ബിൽ അക്ലാമിൻ സാഇരി അല്ലാഹിയ, അവരുടെ ആ അംഗങ്ങളുടെ എല്ലാ അംഗങ്ങളും, അതിലുള്ള എല്ലാ അംഗങ്ങളും, എല്ലാ ജമിയ എന്നുള്ള അർത്ഥമാണ്, എല്ലാ അംഗങ്ങളുടെ തൂലികകളാലും, എല്ലാ അംഗങ്ങളും അതിൽ എഴുതും, എല്ലാ അംഗങ്ങളുടെ തൂലികകളാലും അതിൽ എന്ത് ചെയ്യും, അതിൽ ഫ്രെയിം വർക്ക് ചെയ്ത് എന്ത് ചെയ്യും, അത് ഒരു ഓരോ വർഷവും ഇങ്ങനെ പ്രസിദ്ധീകരിക്കും. തക്തുബുമിന അൻഹു സുഹുഫ്, അങ്ങനെ അവർ പേജുകൾ എഴുതും. വതൻകിലു അൻഹു കസീർ, അങ്ങനെ അത് ഒരുപാട് ആളിലേക്ക് എന്ത് ചെയ്യും, അതാണ്ട് മാറ്റുകയും ചെയ്യും. അതായത് അത് എന്ത് ചെയ്യും, വിപണിയിൽ ഇറക്കിയ കച്ചവടം ചെയ്യുന്ന അർത്ഥം. വല്ലത്ത് റാബിത്തത്തുൽ കലമിയ ഹയ്യത്തൻ ബി ആളാഇഹ, അതിൻ്റെ അംഗങ്ങളെ കൊണ്ട് റാബിത്തത്തുൽ കലമിയ വളരെ ജീവസുറ്റതായി അഷ്റ നഹ്വ അഹദ അഷ്റ ആമൻ മിൻ ആമി 1920 ഇല ആമി 1939, അതായത് 10 അംഗ സംഘങ്ങളെ കൊണ്ട് അത് വളരെ ഉഷാറായി എന്നാണ് പറഞ്ഞത്. അത് 1920 മുതൽ 1931 വരെയുള്ള 11 കാലയളവിൻ്റെ ഉള്ളിൽ വളരെ ഉഷാറായിരുന്നു എന്നാണ്. സുമ്മ ബദഅത്ത് തദ്മഹിലു തദ്രീജൻ ഇല അൻ തബ്അസറത് ബിവഫാത്തി അമീദിഹ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അതിൻ്റെ സ്ഥാപക നേതാവാണ് ആര്, ഹമീദാണ് അതിൻ്റെ സ്ഥാപക നേതാവാണെന്ത്, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ. അദ്ദേഹം മരിച്ചതോടുകൂടി, അദ്ദേഹം 1931 മരിച്ചു എന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞു. അദ്ദേഹം മരിച്ചോട് കൂടിയിട്ട് അത് പതുക്കെ എന്ത് ചെയ്തു, ഗ്രേഡായിട്ട് അതിങ്ങനെ ഒരു പിന്നെന്താ പറയുക, ശോഷണം സംഭവിക്കാൻ തുടങ്ങി, ശോഷണം അല്ലെങ്കിൽ ദഹനക്കേട് സംഭവിക്കാൻ തുടങ്ങി. അതിനൊരു എന്ത് ചെയ്തു, അതുകൊണ്ട് പിന്നെന്ത് ചെയ്യുക, അതിൻ്റെ പ്രസിദ്ധീകരണമൊക്കെ അങ്ങനെ ദഹനക്കേട് സംഭവിച്ച ഒരു സ്റ്റെക്കായി നിൽക്കുന്ന ഒരു ശോഷണം സംഭവിച്ച ഒരവസ്ഥയിലായി എന്നുള്ളതാണ്. ഓക്കെ.